US സെനറ്ററായിട്ടുള്ള ലിൻസെ ഗ്രഹാമിൻ്റെ പെട്ടെന്നുള്ള മരണം അമേരിക്കൻ ജനതയ്ക്ക് ഒരു വലിയ ഷോക്കായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണം പലതരത്തിലുള്ള കോൺസ്പിറസി തിയറീസിനും വഴിതെളിച്ചിട്ടുണ്ട്. അദ്ദേഹം അവസാനമായിട്ട് പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നതെന്ന് പറയുന്നത് യുക്രൈൻ്റെ പ്രസിഡന്റായ വ്ളോഡിമിർ സെലൻസ്കിയുമായിട്ടാണ്. ജൂലൈ 10-നാണ്. ഈ ഒരു വിസിറ്റിൽ അദ്ദേഹം റഷ്യയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഉള്ള ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു. ഈ ഒരു അതുപോലെ യുക്രൈന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട എയർ ഡിഫൻസ് നീഡ്സിനെ പറ്റി അദ്ദേഹം അവിടെ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം തിരിച്ച് അമേരിക്കയിലെത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ അദ്ദേഹം മരണപ്പെട്ടത്. അതായത് ജൂലൈ 10-ന് അദ്ദേഹം കീവിലായിരുന്നു. ജൂലൈ 11-നാണ് അദ്ദേഹം രാത്രിയാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണ കാരണമായിട്ട് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ ഒരു കണ്ടീഷൻ, കാരണം ഒരു നാച്ചുറൽ ഡെത്തായിട്ട് തന്നെയാണ് ഇത് മെഡിക്കൽ ഓഫീസേഴ്സ് കൺഫേം ചെയ്യുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഈ ഒരു റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ വെരിഫൈ ചെയ്യാത്ത തരത്തിലുള്ള ഇൻ്റർനെറ്റിൽ ഓരോ ആൾക്കാർ സ്വന്തമായിട്ട് ഒരുപാട് കോൺസ്പിറസി തിയറീസ്, അതുപോലെ വിദേശികൾ നടത്തിയിരിക്കാവുന്ന ഫൗൾ പ്ലേയെ പറ്റിയും എല്ലാം ഉള്ള അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എക്സാമിനർ അദ്ദേഹത്തിൻ്റെ ബോഡി പരിശോധിച്ചതിന് ശേഷം കൺഫേം ചെയ്യുന്നത് അദ്ദേഹത്തിന് എയോട്ടിക് ഡൈസെക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രഷർ കൂടിയാൽ ഇത്തരത്തിലുള്ള അവസ്ഥ വരും. അപ്പോൾ അദ്ദേഹത്തിന് ഈ ജൂലൈ 11-ാം തീയതി അദ്ദേഹത്തിൻ്റെ വസതിയിൽ ക്യാപിറ്റോൾ ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ചെസ്റ്റ് പെയിൻ വന്നതിനെ തുടർന്ന് അദ്ദേഹം എമർജൻസി സർവീസസിനെ വിളിക്കുകയും അങ്ങനെ എമർജൻസി സർവീസസ് അദ്ദേഹത്തെ കെയർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഇത്തരത്തിലുള്ള ഹിസ്റ്ററി ഉള്ളതായിട്ട് പറയപ്പെടുന്നു. അതായത് കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചു പോയത് 69-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാണ് അദ്ദേഹത്തിൻ്റെ ഫാദറും മരിച്ചത്. അദ്ദേഹത്തിൻ്റെ 69-ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. ഇദ്ദേഹത്തിന് 71 വയസ്സായിരുന്നു. അതുപോലെ FBI-യും ലോക്കൽ പോലീസും പറയുന്നത് അവിടെ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല, എന്തെങ്കിലും ഫൗൾ പ്ലേ നടന്നതായിട്ടോ എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നതിനോ യാതൊരു തെളിവുകളും ഇല്ല എന്ന് ഈ FBI-യും അതുപോലെ ലോക്കൽ പോലീസും കൺഫേം ചെയ്ത് പറയുന്നു. എന്നാൽ റൈറ്റ് വിങ്ങിലുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലുള്ള ആൾക്കാരെല്ലാം തന്നെ പലതരത്തിലുള്ള റൂമേഴ്സാണ് പറയുന്നത്. അതായത് വിദേശ ശക്തികൾ ആരെങ്കിലും അദ്ദേഹത്തിനെ പോയിസൺ ചെയ്ത് കാണും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് കലക്കി കൊടുത്തു കാണും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അദ്ദേഹത്തിൻ്റെ ഈ ഹാർട്ടിലുള്ള ഇത്തരത്തിൽ ഒരു പ്രശ്നം വരാനുള്ള ഒരു കാരണം അതായിരിക്കാം എന്ന അഭ്യൂഹങ്ങൾ ആണ് ഇപ്പോൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ ഈ ഒരു കീവിൽ നടത്തിയ ഒരു ട്രിപ്പും അതിൽ നിന്നും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നതെന്നും അതുകൊണ്ട് തന്നെ ഇതിന് ഒരു റഷ്യൻ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇറാനിയൻ കണക്ഷൻ ഉണ്ടായിരിക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഈ ഇൻ്റർനെറ്റിൽ പലരും പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗ്രഹാമിൻ്റെ ഈ ഒരു ഇൻ്റർനാഷണൽ ഇടപെടലുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ലിൻസെ ഗ്രഹാം എന്ന് പറയുന്നത് അദ്ദേഹം അതായത് റഷ്യ യുക്രൈനിലേക്ക് ആദ്യം കടന്നുകയറ്റം നടത്താൻ ഉള്ള ആ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ശക്തമായിട്ട് ഈ യുക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് വന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. യുക്രൈന് എല്ലാവിധ സഹായങ്ങളും US ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു ആളാണ്. അതുപോലെ ഈ പ്രസിഡന്റ് ട്രംപിനോട് ഈ കീവിന് വേണ്ടി സംസാരിച്ച ഒരാളാണ്. നമുക്കറിയാം വ്ളോഡിമിർ സെലൻസ്കി ഈ ഇലക്ഷൻ്റെ സമയത്ത് ജോ ബൈഡനെയും കമല ഹാരിസിനെയും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ട്രംപിന് വ്ളോഡിമിർ സെലൻസ്കിയോട് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഈ ലിൻസെ ഗ്രഹാം അദ്ദേഹം ഈ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. വ്ളോഡിമിർ സെലൻസ്കിയുമായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലുകൾ
കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ US-ൻ്റെ ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹവും ഈ വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിലാക്കുന്നതിന് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഇദ്ദേഹം ഒരു നേറ്റോ അലൈൻഡ് ആയിട്ടുള്ള റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൻ്റെയും അതുപോലെ റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ തന്നെ ഈ നേറ്റോയോട് വളരെ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്, അത് പ്രസിഡന്റ് ട്രംപിൻ്റെ. അപ്പോൾ ഇവരുടെ ഈ രണ്ട് റിപ്പബ്ലിക്കൻസിൻ്റെയും നടുക്ക് ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്തിരുന്ന രണ്ടു പേർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഈ ലിൻസേ ഗ്രഹാം. അദ്ദേഹം ഈ വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് ഈ ഒരു റഷ്യൻ സാങ്ഷൻസ് ബില്ലിനെ പറ്റി ഫൈനലൈസ് ചെയ്യുന്നതിനെ പറ്റി ആണ് അവസാനമായിട്ട് ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിൽ യുക്രൈന് ശക്തമായ പിന്തുണയാണ് അദ്ദേഹം നൽകിയിരുന്നത്. രണ്ടാമത് നമുക്ക് നോക്കാം ഇസ്രയേലിൻ്റെ കാര്യം. ഇസ്രയേലിനെയും അദ്ദേഹം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം എല്ലാ രീതിയിലും ഉള്ള സഹായങ്ങളും ഇസ്രയേലിന് ലഭിക്കണം എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. ഒക്ടോബർ 7 അറ്റാക്സിന് ശേഷം US-ൻ്റെ എല്ലാ പിന്തുണയും ഇസ്രയേലിന് നൽകണം എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. വേൾഡ് വാർ 2-ന് ശേഷം ഇസ്രയേൽ നേരിട്ട് കൊണ്ടിരുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ്, അതിനോടാണ് അദ്ദേഹം ഈ ഒക്ടോബർ 7 അറ്റാക്കിനെ കമ്പയർ ചെയ്തിരുന്നത്. അദ്ദേഹം ഈ ഇസ്രയേലിൻ്റെ പരമാധികാരത്തെയും അതുപോലെ ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റിയും ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അമേരിക്കയുടെ നാഷണൽ ഇൻട്രസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റിയും അതുപോലെ പരമാധികാരവും എന്ന് ഊന്നിപ്പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാനിൽ ഒരു മിലിറ്ററിലി നേരിടണം എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വം ആണ് ലിൻസേ ഗ്രഹാം. ആദ്യമായിട്ട് ആയത്തുള്ള അലി ഖമനേയി സുപ്രീം ലീഡർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു റെജീമിനെ താഴെ ഇറക്കണം, അപ്പോഴുള്ള ഈ ഇസ്ലാമിക് റെജീമിനെ താഴെ ഇറക്കണം എന്ന് അതിനുവേണ്ടി പൈസ ചെലവാക്കണം അമേരിക്ക എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റ്സിനെ ആക്രമിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. US ഗ്രൗണ്ട് ട്രൂപ്സിനെ ഇറക്കി ഇറാൻ്റെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അതേപോലെ ഇന്ത്യയെയും ചൈനയെയും ബ്രസീലിനെയും അദ്ദേഹം ശക്തമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. ഇതിന് കാരണമെന്ന് പറയുന്നത് ഇവർ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതാണ്. റഷ്യൻ എനർജി ഇമ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഇവർ ഈ ബ്ലഡ് മണി ആണ് ഇതെന്നാണ് ഇത്തരത്തിൽ ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് വാങ്ങിച്ച് റഷ്യയ്ക്ക് പൈസ കൊടുക്കുന്നതിലൂടെ യുക്രൈനിലെ വാർ മെഷീൻ റൺ ചെയ്യാൻ ഇവർ സഹായിക്കുന്നെന്നും ഇതൊരു ബ്ലഡ് മണിയാണ് എന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ ഇന്ത്യ ചീപ്പായിട്ടുള്ള ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റഷ്യൻ ഓയിൽ വാങ്ങിച്ചാൽ ഇന്ത്യയുടെ എക്കണോമിയെ തന്നെ തകർത്ത് കളയും എന്ന് അദ്ദേഹം ഇന്ത്യയെ വാൺ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി ആയിട്ടുള്ള എക്കണോമിക് സാങ്ഷൻസ് ഇന്ത്യക്ക് നൽകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്തലുമായിട്ട് ചേർന്ന് ഒരു ബില്ല് അദ്ദേഹവും റിച്ചാർഡ് ബ്ലൂമെന്തലും ചേർന്ന് റഷ്യയെ ഏത് രീതിയിലാണ് റഷ്യക്കെതിരായിട്ടുള്ള സാങ്ഷൻസ് കൊണ്ടുവരേണ്ടത് എന്ന രീതിയിൽ ഒരു ആക്ട് കൊണ്ടുവരാനുള്ള ബില്ലിന് അദ്ദേഹവും ചേർന്നാണ് അത് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രോഡക്ട്സിന് 500% ടാരിഫ് ചുമത്തണം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ശക്തമായ ഫോറിൻ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്നുള്ള മരണം. തീർച്ചയായും അമേരിക്കൻ ജനതയ്ക്ക് അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് തന്നെയായിരുന്നു.